ഫസ്റ്റ് സീക്രട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഗുരു സമക്ഷം, ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ, ശ്രീയം, എപ്പിസോഡ് 18. ചെരുപ്പ് കുത്തിയും സന്യാസിയും. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് നല്ല തണുപ്പുള്ള ഒരു സായാഹ്നത്തിൽ ഞാൻ കർണപ്രയാഗിലെത്തി. ഈ ചെറിയ പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് നദീതീരത്തോട് ചേർന്ന് ഒരു ശിവക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും ഒരു ബ്രാഹ്മണ പുരോഹിതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. രാത്രിയിൽ തങ്ങാൻ പറ്റുന്ന ഒരിടത്തെപ്പറ്റി തിരക്കി. അദ്ദേഹം ക്ഷേത്ര പരിസരത്ത് കഴിയാനാണ് നിർദ്ദേശിച്ചത്. ഭക്ഷണത്തിൻ്റെ കാര്യമായിരുന്നു പ്രശ്നം. 2 വാഴപ്പഴവും ഒരു കഷ്ണം ശർക്കരയും മാത്രമേ അദ്ദേഹത്തിന് തരാൻ കഴിയുകയുള്ളൂ. ആ സമയത്ത് അദ്ദേഹം പട്ടണത്തിലുള്ള തൻ്റെ ഭവനത്തിലേക്ക് പോകുകയായിരുന്നു. അടുത്ത ദിവസം ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ചെയ്യാം എന്ന് പറഞ്ഞു. ക്ഷീണവും വിശപ്പും ഉണ്ടായിരുന്ന എനിക്ക് കഴിക്കാനായി എന്തെങ്കിലും കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പുരോഹിതൻ വീട്ടിലേക്ക് തിരിച്ചു. അതിനു മുമ്പ് അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചു. ഒരു പലകയിൽ വിരിച്ചിരുന്ന പായിലിരുന്നു. ഞാൻ പഴം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് പുറത്തുനിന്നും ഒരു ശബ്ദം കേട്ടു. റാം റാം മഹാരാജ്. വാതിലിനപ്പുറത്ത് ഇരുണ്ട നിറമുള്ള പൊക്കം കുറഞ്ഞ ഗാന്ധി തൊപ്പിയും കുർത്തായും പൈജാമയും ധരിച്ച ഒരാൾ നിൽക്കുന്നത് കണ്ടു. അയാൾ ആധാരപൂർവ്വം തൊഴുകൈകളോടെ നിൽക്കുകയായിരുന്നു. വിനയം തുളുമ്പുന്ന പതിഞ്ഞ സ്വരത്തിൽ അയാൾ പറഞ്ഞു, മഹാരാജ്, എൻ്റെ പേര് രാമപ്രസാദ് എന്നാണ്. ഞാൻ ഇതേ പട്ടണത്തിൽ താമസിക്കുന്ന ഒരു ചെരുപ്പ് കുത്തിയാണ്. എൻ്റെ ഭാര്യ ഇന്നലെ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. ഒരു പുണ്യാത്മാവ് ഞങ്ങളുടെ വീട്ടിൽ വരുമെന്നും വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുമെന്നും ആണ് സ്വപ്നം കണ്ടത്. ഞാൻ തീണ്ടലുള്ള ആളാണ്. ഈ ക്ഷേത്രം ബ്രാഹ്മണരുടേതാണ്. എനിക്ക് അകത്ത് പ്രവേശിക്കാൻ പാടില്ല. ബ്രാഹ്മണ പുരോഹിതൻ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നതും അങ്ങ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതും ഞാൻ കണ്ടു. ഞാൻ രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് വന്നതാണ്. അങ്ങ് എന്നോട് ദേഷ്യപ്പെടരുത്, എന്നെ ശപിക്കുകയും ചെയ്യരുത്. അങ്ങേക്ക് കഴിക്കാനുള്ള ആഹാരം കൊണ്ടുവരാമോ? എൻ്റെ ഭാര്യ പാചകം ചെയ്തതാണ്. ചപ്പാത്തിയും ദാലും കുറച്ച് ഹൽവായും ഉണ്ടാക്കി വെച്ചിട്ട് അവൾ സ്വപ്നത്തിൽ കണ്ട പുണ്യാത്മാവിനെ കാത്തിരിക്കുന്നു. ഞാൻ അങ്ങയെ ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് അതിൽ കടന്ന പ്രവൃത്തിയായിരിക്കും. അനുവദിച്ചാൽ ആഹാരം ഇവിടെ എത്തിക്കാം. ഇത് പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ഞാൻ ഇരുന്നിടത്ത് നിന്ന് എണീറ്റുകൊണ്ട് പറഞ്ഞു, ഞാൻ ഉടനെ നിങ്ങളുടെ വസതിയിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഭാര്യ തന്നെ ഭക്ഷണം വിളമ്പിത്തരട്ടെ. ഞാൻ പറഞ്ഞത് അയാൾക്ക് വിശ്വസിക്കാനായില്ല. സന്തോഷത്തോടെ അയാൾ എന്നെ ഗ്രാമത്തിലെ ഹരിജനങ്ങൾക്ക് താമസിക്കുന്നതിന് മാറ്റിവെച്ചിട്ടുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയി. വീടിൻ്റെ നടയിലെത്തിയ ഉടനെ അയാൾ എന്നോട് വിനയപൂർവ്വം പറഞ്ഞു, മഹാരാജ്, ഒരു നിമിഷം ഇവിടെ നിന്നാലും. എന്നിട്ട് അയാൾ വരാന്ത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാര്യയെ ആഹ്ലാദം അലതള്ളുന്ന സ്വരത്തിൽ ഉറക്കെ വിളിച്ചു, ലീലാവതി, പുണ്യാത്മാവ് വന്നിട്ടുണ്ട്. ഞാൻ വിലക്കിയെങ്കിലും 2 പേരും അത് വകവയ്ക്കാതെ എൻ്റെ പാദങ്ങൾ കഴുകി. നല്ല ചൂടുള്ള കനലിൽ ചുട്ടെടുത്ത ചപ്പാത്തിയും നെയ്യിൽ പാചകം ചെയ്ത വിലക്കറികളും എൻ്റെ മുന്നിൽ വിളമ്പി. ഞാൻ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് 2 പേരും നോക്കി നിന്നു. അവരുടെ നേത്രങ്ങളിലൂടെ ആനന്ദാശ്രുക്കൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. രാമപ്രസാദ് തല കുലുക്കിക്കൊണ്ട് ഭാര്യയോട് പറഞ്ഞു, ലീലാവതി, ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിന്റെ സ്വപ്നം സത്യമായി തീരുന്നു. നാം അനുഗ്രഹീതരായി. നിനക്ക് തീർച്ചയായും സന്താനഭാഗ്യം ഉണ്ടാകും. മഹാരാജ്, ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഭക്ഷണത്തിന് ശേഷം നല്ല രുചിയും മധുരവുമുള്ള ഹൽവയും കഴിച്ചിട്ട് ഞാൻ ക്ഷേത്രത്തിലേക്ക് മടങ്ങി.
രാമപ്രസാദും ഒരു വിളക്കുമായി എന്നെ അനുഗമിച്ചിരുന്നു. കുറച്ചു സമയം ധ്യാനത്തിൽ മുഴുകിയിരുന്നു. അതിനുശേഷം നിദ്രയിലാണ്ടു. അതിരാവിലെ ബ്രാഹ്മണ പുരോഹിതന്റെ അലർച്ച കേട്ട് ഞാൻ ഞെട്ടിയുണർന്നു. അദ്ദേഹം കയർത്തുകൊണ്ട് പറഞ്ഞു, താൻ തീണ്ടലുള്ള ഒരാളിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. തനിക്ക് നേരം വെളുക്കുന്നതുവരെ കാത്തിരിക്കാമായിരുന്നു. താൻ ഏതു തരത്തിലുള്ള ബ്രഹ്മചാരിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചെരുപ്പുകുത്തിയുടെ വീട്ടിൽ പോകുക, താണജാതിക്കാർ പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. നിങ്ങളും കളങ്കപ്പെട്ടു. ക്ഷേത്ര പരിസരവും അപവിത്രമായി. തന്നെ ഇവിടെ നിന്നും തല്ലി പുറത്താക്കുന്നതിന് മുമ്പ് കടന്നുപോ. പവിത്ര നദിയിൽ മുങ്ങിക്കുളിച്ച് ശുദ്ധി വരുത്തു. പവിത്രജലം കൊണ്ട് ഞാൻ ഈ മുറി കഴുകി വൃത്തിയാക്കട്ടെ. ഉടനെ സ്ഥലം വിടും. ഞാൻ ഒന്നും മിണ്ടിയില്ല. എൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് മനസ്സിലായി. എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഒരാൾക്ക് മറ്റൊരാൾ എങ്ങനെ അസ്പൃശ്യനാകാൻ കഴിയും? മഹായോഗികൾ ജീവിച്ചിരിക്കുന്ന പുണ്യഭൂമിയാണോ ഇത്? പലതരം സന്ദേഹങ്ങൾ മനസ്സിനെ പൊതിഞ്ഞു. ഞാൻ എൻ്റെ വഴിയിലൂടെ എല്ലാത്തിനും ശരിയായ ഉത്തരം കണ്ടെത്താൻ ഉറച്ചു. അജ്ഞാനത്തിൻ്റെ അന്ധകാരം അകറ്റി അറിവിൻ്റെ വെളിച്ചം പകർന്ന് തരാൻ കഴിയുന്ന മഹാനായ ഒരു യോഗിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടെത്താൻ കഴിയുമോ? ബദ്രിനാഥിൽ എത്തുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആധ്യാത്മിക കേന്ദ്രം ജോഷി മഠമാണ്. ഒരു സായനത്തിൽ 4 മണി സമയത്താണ് ഞാൻ ജോഷി മഠത്തിൽ എത്തിച്ചേർന്നത്. നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു. ജോഷി മഠത്തിൽ നിന്നുകൊണ്ട് മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട ഹിമാലയത്തിലെ വലിയ കൊടിമുടികൾ കാണാൻ കഴിയും. ബ്രാഹ്മണ ബ്രഹ്മചാരികൾക്കും സന്യാസിമാർക്കും മാത്രമേ താമസിക്കാനുള്ള സൗകര്യം നൽകപ്പെട്ടിരുന്നുള്ളൂ എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. മഠത്തിൽ നിന്നും കുറച്ചകലെ ഒരു ധർമ്മശാല ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു ചെറിയ മുറി തരപ്പെടുത്തിയിട്ട് ജോഷി മഠം സന്ദർശിക്കാനായി മടങ്ങി. ശങ്കരാചാര്യ ഗുഹയും വലിയ ഒരു സ്ഫടിക ലിംഗവും ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുമെന്ന് പറയപ്പെടുന്ന മരവും ഞാൻ കണ്ടു. സംസ്കൃതവും വേദാന്തവും അധ്യയനം ചെയ്യുന്നതിനു വേണ്ടി അനേകം ബ്രഹ്മചാരികളും സന്യാസിമാരും അവിടെ താമസിച്ചിരുന്നു. അവിടുത്തെ അന്ത്യതാക്കളിൽ ഒരാളായിരിക്കും ഭാവിയിൽ അടുത്ത ശങ്കരാചാര്യർ ആകുന്നത്. ബ്രാഹ്മണ സന്യാസിമാരെ ദണ്ഡസ്വാമികൾ എന്ന് വിളിക്കുന്നു. എപ്പോഴും കയ്യിൽ ഒരു ദണ്ഡ് ഉണ്ടായിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഞാൻ ജാതി വ്യവസ്ഥയുടെ സങ്കീർണതകളെ പറ്റിയും മനുഷ്യ മനസ്സിൻ്റെ വ്യതിയാനങ്ങളെപ്പറ്റിയും ആലോചിച്ചു കൊണ്ട് ഒരിടത്ത് നിൽക്കുകയായിരുന്നു. അന്നേരം നല്ല പൊക്കമുള്ള തലമുണ്ടനം ചെയ്ത ഒരു സന്യാസി എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ബദ്രിനാഥിലേക്ക്. ഇവിടെ ഏത് സ്ഥലത്ത് തങ്ങുന്നു? ധർമ്മശാലയിൽ. അബ്രാഹ്മണരെ ഇവിടെ തങ്ങാൻ അനുവദിക്കില്ലെന്ന് കേട്ടു. നിങ്ങൾ ജനനം കൊണ്ട് ബ്രാഹ്മണൻ അല്ലായിരിക്കും. കാഴ്ചയിൽ നിങ്ങൾ ഒരു ബ്രാഹ്മണൻ ആണെന്നേ തോന്നുകയുള്ളൂ. അങ്ങ് വിശ്വസിച്ചാലും ഞാൻ ബ്രാഹ്മണൻ അല്ല. ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാകും. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഈ വേർതിരിവുകളൊക്കെ അബദ്ധങ്ങളാണ്. ഞാൻ ബ്രാഹ്മണനാണ്, ദണ്ഡസ്വാമി ആയിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ ദണ്ഡ് ഗംഗയിലേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ ഇപ്പോൾ സ്വതന്ത്രനാണ്. ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ മഠാധിപതി എന്നെ ഇവിടെ തങ്ങാൻ അനുവദിക്കാറുണ്ട്. ഒരു ദണ്ഡിസ്വാമിയായിരുന്ന കാലം തൊട്ട് അദ്ദേഹം എന്നെ അറിയുന്നതാണ്. അദ്ദേഹം തുടർന്നു, ദശനാമി സമ്പ്രദായത്തിൻ്റെ സ്ഥാപകരുടേതാണ് ഈ മഠം. ഒരിക്കൽ അദ്ദേഹം ഗംഗാസ്നാനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. ആ സമയത്ത് വേട സമുദായത്തിൽപ്പെട്ട ഒരാൾ കുറേ പട്ടികളോടൊപ്പം തൻ്റെ നേർക്ക് വരുന്നത് കണ്ടു. അയാളെ കണ്ടയുടനെ ശങ്കരാചാര്യർ അയാളോട് കയർത്തു, എന്നെ തടസ്സപ്പെടുത്താതെ വഴിമാറിപ്പോ. എൻ്റെ മുമ്പേ നിൽക്കാൻ താഴ്ന്ന ജാതിക്കാരനായ തീണ്ടലുള്ള തനിക്ക് എങ്ങനെ ധൈര്യം കിട്ടി? സംഭവിച്ചത് ചുരുക്കത്തിൽ പറയാം. ശങ്കരാചാര്യർ അഭിമുഖീകരിച്ചത്
മഹായോഗിയായ ശിവനെ തന്നെയായിരുന്നു. ശിവൻ സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ശങ്കരാചാര്യർക്ക് ഉപദേശം നൽകുകയും ചെയ്തു. ജനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ അന്യോന്യം വേർതിരിച്ച് കാണരുതെന്ന് ഉദ്ബോധിപ്പിച്ചു. പ്രായം ചെന്ന സന്യാസി തുടർന്നു, എല്ലാവരിലും കുടികൊള്ളുന്നത് ഒരേ ആത്മാവാണ്, അതീന്ദ്രിയമായ ആത്മാവ്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നടമാടുന്ന പലതും കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. പക്ഷേ ഞാൻ നിസ്സഹായനാണ്. ഈ വ്യവസ്ഥയെ മാറ്റാൻ എന്നെക്കൊണ്ട് കഴിയുകയില്ല. ഞാൻ കുറച്ച് സമയം അദ്ദേഹവുമായി വേദാന്ത വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്തു. അതിനുശേഷം ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും വേണ്ടി എൻ്റെ മുറിയിലേക്ക് മടങ്ങി. അടുത്ത ദിവസം രാവിലെ ഞാൻ വീണ്ടും നിരത്തിലേക്ക് ഇറങ്ങി. പീപ്പിൾക്കൊടി, ഗോവിന്ദഗഡ്, പാണ്ഡുകേശ്വർ എന്ന സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ബദ്രിനാഥിൽ എത്തിച്ചേരാൻ 4 ദിവസം വേണ്ടി വന്നു. മാർഗമധ്യേ പറയത്തക്കതാകൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. എന്നിരുന്നാലും എൻ്റെ മനസ്സാകെ അസ്വസ്ഥവും അസ്ഥിരവും ആയിരുന്നു. യാത്രാക്ലേശങ്ങൾ കാരണം ശരീരത്തിനും സ്വസ്ഥത നഷ്ടപ്പെട്ടു. ശരീരവും മനസ്സും ആകെ തളർന്നതുപോലെ അനുഭവപ്പെട്ടു. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും